ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 2-ാമത്തെ വാക്യം. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ കൽദയുടെ ഊരിൽ നിന്ന് വിളിച്ച് തന്നെ അനുഗമിക്കുവാനായിട്ട് ദൈവം നിയമിക്കുകയാണ്. ദൈവത്തിൻ്റെ വിളി വ്യക്തമായി മനസ്സിലാക്കി എവിടേക്കെന്നറിയാതെ പുറപ്പെട്ട അബ്രഹാമിൻ്റെ ജീവിതം പോരാട്ടങ്ങളുടെയും അതോടൊപ്പം തന്നെ അനുഗ്രഹത്തിൻ്റെതും ആയിത്തീർന്നു. ദൈവത്തെ സ്വന്തം ജീവിതത്തിന് ചുക്കാൻ ഏൽപ്പിക്കാതെ ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. വിശുദ്ധ ബൈബിൾ ഇക്കാര്യം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ഇസ്രായേൽ ജനതയുടെ പിതാവായ അബ്രഹാം യഥാർത്ഥ ദൈവവിശ്വാസത്തിൻ്റെ മഹനീയ മാതൃക പിൻതലമുറകൾക്ക് കാണിച്ചു കൊടുത്ത ചരിത്രപുരുഷനാണ്. ഞാൻ കാണിപ്പായിരിക്കുന്ന ദേശത്തേക്ക് പോവുക എന്ന് ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ചു. അബ്രഹാം ആടുമാടുകളോടും വൃത്തിജനങ്ങളോടും കൂടെ ഊരു ചുറ്റി സഞ്ചരിച്ചു. അദ്ദേഹത്തിന് ജനങ്ങളെപ്പോലെ പീഡനങ്ങൾ സഹിച്ച വേറെ ജനതയും ലോകത്തിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ സർവേശ്വരനായ ദൈവത്തെ തങ്ങളുടെ നായകനും രക്ഷകനുമായി സ്വീകരിച്ച ആ ജനതയെ ദൈവം ഒരിക്കലും കൈവിട്ടില്ല എന്നതിനും ചരിത്രം സാക്ഷിയാണ്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല എൻ്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് ക്രൂശിൽ കിടന്ന് നിലവിളിക്കുകയും ചെയ്ത യേശു കർത്താവ് എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രാണനെ വിട്ടത്. ഈ വാക്കുകളിൽ ഉദാത്തമായ വിശ്വാസത്തിൻ്റെ മാതൃക നാം കാണുന്നുണ്ട്. വിശ്വാസത്തിന് വേണ്ടി ആരോഗ്യം, ജോലി, പദവി, സാമ്പത്തിക സുരക്ഷിതത്വം എന്നിങ്ങനെയുള്ള സാധ്യതകൾ നമുക്ക് പണയപ്പെടുത്തുവാൻ കഴിയണം. അപ്പോൾ മാത്രമായിരിക്കും നാം യഥാർത്ഥ ദൈവമക്കളായി തീരുന്നത്. നമ്മളുടെ ജീവിതത്തിൽ മറ്റെന്തിനേക്കാൾ അധികമായി ദൈവത്തെ കണ്ടെത്തുവാൻ ഇടയാകുന്നത് ഒരു ഭാഗ്യമാണ്. എ ക്രിസ്ത്യൻ ഇൻ ഈസ്റ്റ് ജർമ്മനി എന്ന പുസ്തകത്തിൽ ഒരു പെൺകുട്ടിയുടെ കഥ വിവരിക്കുന്നുണ്ട്. അവളുടെ പിതാവ് മരിച്ചു, മാതാവ് രോഗിയാണ്. 2-ാം ലോകമഹായുദ്ധകാലത്ത് ബോംബിങ്ങിൽ അവളുടെ ഒരു കൈ നഷ്ടപ്പെടുകയും ചെയ്തു. 6 മാസം അവൾ ആശുപത്രിയിൽ കടന്നു. അവിടെ വെച്ച് ചില ക്രിസ്തീയ സുവിശേഷകരെ പരിചയപ്പെടുവാനിടയായി. അവരിൽ നിന്ന് ക്രിസ്തുവിനെക്കുറിച്ച് കേൾക്കുകയും യേശു ക്രിസ്തുവിനെ കർത്താവിൻ്റെ രക്ഷകമായി സ്വീകരിക്കുകയും ചെയ്തു. ക്രിസ്തുവിനെ ഉപേക്ഷിക്കാത്ത പക്ഷം പരീക്ഷ എഴുതുവാൻ അവളെ അനുവദിക്കില്ല എന്ന് അന്നത്തെ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി. ഗത്യന്തരമില്ലാതെ മനസാക്ഷിക്ക് വിരുദ്ധമായി അവൾ അങ്ങനെ ചെയ്തു. പക്ഷേ കുറ്റബോധം അവളെ വേട്ടയാടി. ഒടുവിൽ അവൾ രാഷ്ട്രീയ പ്രസ്ഥാനത്ത് നിന്ന് രാജിവെച്ചു. എന്തു വന്നാലും കർത്താവായ യേശു ക്രിസ്തുവിലുള്ള തൻ്റെ വിശ്വാസത്തിന് വേണ്ടി മരണം വരെ നിലനിൽക്കുമെന്ന് അവൾ ഉറച്ച തീരുമാനമെടുത്തു. ആദ്യ വിശ്വാസത്തിൻ്റെ അവസാനം വരെ പിടിച്ചുകൊണ്ട് മുന്നേറുവാൻ അവൾക്ക് ഇടയായിട്ട് തീർന്നു. ഈ കാലഘട്ടത്തിൽ വിശ്വാസ ജീവിതത്തിന് നാം വളരെ വില കൊടുക്കേണ്ടി വന്നേക്കാം. എന്നാൽ വിശ്വാസ നായകനും പൂർത്തിയെടുത്തതിനുമായ ദൈവത്തിൽ ആശ്രയം വെച്ച് മുന്നേറുവാൻ നാം പരിശീലിക്കേണ്ടിയിരിക്കുന്നു. വിശ്വാസ ജീവിതത്തിന് വേണ്ടി വില കൊടുത്ത പിതാക്കന്മാരുടെ പാത നമ്മുടെ മുമ്പിലുണ്ടെന്നറിഞ്ഞ് കർത്താവിനെ നോക്കി യാത്ര ചെയ്യുവാൻ നമുക്ക് ഇടയാകട്ടെ.